നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശന വിലക്ക് അത് തുടരണമോ വേണ്ടയോ? സർക്കാർ തുടരണമെന്ന കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുമെന്ന് ഏവരും കരുതിയെങ്കിൽ സുപ്രീം കോടതിയിലാകട്ടെ ദേവസ്വം ബോർഡിന്റെ മലക്കം മറിച്ചിലാണ് കഴിഞ്ഞ ദിവസം കാണേണ്ടി വന്നത്. തിരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതല്ലാതെ മറ്റെന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അങ്ങനെ സർക്കാരും ദേവസ്വം ബോർഡും കോടതിയിൽ രണ്ട് തട്ടിലായ ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാനായി സാധിച്ചത്. ശബരിമലയിലെ യുവതീ പ്രവേശന വിലക്കിലെ ശക്തമായി ന്യായീകരിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ സുപ്രീം കോടതിയിലെത്തി യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് സത്യവാങ്മൂലവും സമർപ്പിച്ചു. ശബരിമലയിൽ ലിംഗവിവേചനമില്ലെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. പ്രായപരിധിയിലുള്ള വിലക്ക് മാത്രമാണുള്ളത്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സ്വന്തമായി തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡിനാണ് അധികാരമുള്ളത്. മതസ്വാതന്ത്ര്യത്തെയും ആചാരങ്ങളെയും ഹനിക്കുന്ന തരത്തിലാകരുത് കോടതിയുടെ ഇടപെടലെന്ന വാദമാണ് ബോർഡ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏവർക്കും അമ്പരപ്പുളവാക്കിയ ഒരു നീക്കം. ശബരിമല ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ക്ഷേത്രമാണ്. മതപരമായ ആചാരങ്ങളും വിശ്വാസങ്ങളും തീരുമാനിക്കേണ്ടത് ബോർഡാണ്. സ്വയംഭരണ അധികാരമുള്ളത് മാനിക്കണമെന്നാണ് സത്യവാങ്മൂലത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയാണ് സത്യവാങ്മൂലം എഴുതി തയ്യാറാക്കിയത്. ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കൗൺസിൽ PS സുധീർ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. അയ്യപ്പ ഭക്തർ പ്രത്യേക മതവിഭാഗമാണെന്ന വാദം തന്നെയാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. പ്രത്യേക മതവിഭാഗ ക്ഷേത്രങ്ങൾക്ക് ഭരണഘടനയുടെ അനുച്ഛേദം 26(2)B പ്രകാരം മതപരമായ കാര്യങ്ങളിൽ സ്വയം തീരുമാനമെടുക്കാൻ കഴിയും. 1000-ലധികം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ഏക ക്ഷേത്രം അത് ശബരിമലയാണെന്നും മറ്റയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രം ഏറെ വ്യത്യസ്തമാണെന്നുമാണ് ബോർഡ് വിശദീകരിച്ചത്. ശബരിമലയിൽ ലിംഗവിവേചനമുണ്ടെന്നുള്ളതും ഭരണഘടനയുടെ 14-15 അനുച്ഛേദങ്ങളുടെ ലംഘനമുണ്ടെന്നുമുള്ള വാദം തികച്ചും തെറ്റാണെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞത്. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ വിലക്കില്ല. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കും 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശിക്കാം. അവർക്ക് യാതൊരു തരത്തിലുള്ള വിലക്കുമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇനി 10നും 50നും ഇടയിൽ പ്രായമുള്ള യുവതികൾക്ക് എന്തുകൊണ്ട് വിലക്ക് എന്ന് ചോദിച്ചാൽ ശബരിമലയിൽ അത് ഏർപ്പെടുത്തിയതിന് ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളുമായി ബന്ധമുണ്ട്. 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ദേവസ്വം ബോർഡ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. 7 വിഷയങ്ങൾക്കുള്ള മറുപടി. ശബരിമല യുവതീ പ്രവേശനത്തിലെ വിലക്ക് തുടരണമെന്ന് കഴിഞ്ഞ ദിവസം തന്ത്രി കണ്ഠരര് രാജീവര് സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിലക്ക് തുടരണമെന്നാണ് ദേവപ്രശ്നത്തിൽ വ്യക്തമായതെന്നും ദൈവിക ശക്തിയിൽ നിന്നുള്ള ആധികാരിക നിർദ്ദേശമായി ഇത് അംഗീകരിക്കണമെന്നും സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദത്തിൽ തന്ത്രിയും പറയുന്നു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ ഈ മാസം 23 വരെയാണ് വിവിധ കക്ഷികൾക്ക് വാദങ്ങൾ സമർപ്പിക്കാനുള്ള സമയം സുപ്രീം കോടതി അനുവദിച്ചു നൽകിയിരുന്നത്. ഈ കേസിൽ അപ്പോഴായിരുന്നു പ്രധാന കക്ഷിയായ തന്ത്രിയുടെ വാദം സമർപ്പിച്ചത്. ആചാരങ്ങളിൽ അവസാന തീർപ്പ് കോടതികളല്ലെന്ന വാദം പന്തളം കൊട്ടാരം കൂടി കോടതിയിൽ സമർപ്പിച്ചതിൽ പറയുന്നു. ദീർഘകാല ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സുപ്രീം കോടതിയെ അറിയിച്ചത്. ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് NSSും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 7-നാണ് കേസിൽ വാദം ആരംഭിക്കുന്നത്. ശബരിമലയിൽ വർഷങ്ങളായി തുടരുന്ന ആചാരങ്ങളിൽ കോടതിയുടെ പരിശോധന ആവശ്യമാണെങ്കിൽ അത് ആ വിഭാഗത്തിലെ പണ്ഡിതന്മാരുമായും സാമൂഹ്യ പരിഷ്കർത്താക്കളുമായും വിശദമായ ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമേ പാടുള്ളൂ എന്ന നിലപാട് സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയുന്നുണ്ട്. ആചാരങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് മുൻപ് കൃത്യമായ പഠനവും ചർച്ചയും ഇത് രണ്ടും തന്നെയാണ് ആവശ്യമെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. ഒരു നിഷ്പക്ഷ വിഭാഗം എന്ന നിലയിൽ പണ്ഡിതരുടെയും പരിഷ്കർത്താക്കളുടെയും അഭിപ്രായം തേടുന്നത് നീതി നടപ്പാക്കുന്നതിന് സഹായകരമാകുമെന്നാണ് സർക്കാർ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വിവിധ കേസുകളിലായി മതങ്ങളും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച് 7 ചോദ്യം 9-അംഗ ബെഞ്ച് മുൻപാകെ എത്തി. ഏപ്രിൽ 7-ന് വാദം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതിനുള്ള മറുപടിയും ലഭ്യമായിരിക്കുന്നു. ശബരിമല പുനഃപരിശോധനാ ഹർജികളിൽ തീർപ്പ് കൽപ്പിക്കുകയല്ല, നിയമപരമായ വിഷയങ്ങൾക്ക് മറുപടി നൽകുകയാണ് വിശാല ബെഞ്ചിന്റെ ദൗത്യമെന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട്. യുവതീ പ്രവേശനം ആവശ്യപ്പെട്ട് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. യുവതീ പ്രവേശന വിധി നിലനിർത്തണമെന്നാണ് അസോസിയേഷന്റെ വാദം. 2018 സെപ്റ്റംബറിലായിരുന്നു അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ശബരിമല യുവതീ പ്രവേശനത്തിൽ ആദ്യത്തെ വിധി പുറപ്പെടുവിച്ചത്. 5 ജഡ്ജിമാരിൽ 1 അംഗം മാത്രം ഈ വിധിയിൽ വിയോജിച്ചു.
ശാരീരികവും ജൈവികവുമായ പ്രത്യേകതകളുടെ പേരിൽ സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. 10 മുതൽ 50 വയസ്സുവരെയുള്ള സ്ത്രീകളെ വിലക്കുന്ന ആചാരം ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്ന് കോടതി കണ്ടെത്തി. ഈ വിധിയുടെ ഒരു സുപ്രധാന ഭാഗമായിരുന്നു അയ്യപ്പ ഭക്തർ ഒരു പ്രത്യേക മതവിഭാഗം അല്ല എന്നുള്ളത്, അതായത് റിലീജിയസ് ഡിനോമിനേഷൻ അല്ല എന്നുള്ള കാര്യം. അക്കാരണത്താൽ അയ്യപ്പ ഭക്തർക്ക് ഭരണഘടനയുടെ 26-ാം അനുച്ഛേദം നൽകുന്ന പ്രത്യേക സംരക്ഷണം ലഭിക്കില്ല എന്നും കോടതി തന്നെ വ്യക്തമാക്കി. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഈ വിധിക്ക് വിയോജന വിധിയും എഴുതി. വിശ്വാസം എന്നത് കേവലം യുക്തിയുടെ പരീക്ഷണശാലയിൽ പരിശോധിക്കപ്പെടേണ്ട ഒന്നല്ല എന്നാണ് അവർ വാദിച്ചത്. 2018 കേസ് പരിഗണിച്ചപ്പോൾ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് സർക്കാരും പാടില്ലെന്ന് ബോർഡും എന്ന നിലപാടെടുത്തു. എന്നാൽ 2019 പുനഃപരിശോധനാ ഹർജി പരിഗണിക്കവേ ബോർഡും സർക്കാരിനൊപ്പം ചേർന്ന് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച ഒരു സ്ഥിതിവിശേഷമായിരുന്നു കേരളം കണ്ടത്. 7 വർഷത്തിനിപ്പുറം മലക്കം മറിച്ചിലും മതാചാരങ്ങളിലും വിശ്വാസങ്ങളിലും കോടതിക്ക് ഇടപെടാനാവില്ലെന്ന വാദങ്ങളാണ് ബോർഡിന് വേണ്ടി ഇപ്പോൾ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി തയ്യാറാക്കി നൽകിയിരിക്കുന്നത്. വ്യക്തിഗത അവകാശവും വിശ്വാസി സമൂഹത്തിന്റെ അവകാശവും തമ്മിൽ തർക്കമുണ്ടായാൽ രണ്ടാമത്തേത് നിലനിൽക്കുമെന്നാണ് ബോർഡ് പറയുന്നത്. അതായത് വിശ്വാസി സമൂഹത്തിന്റെ അവകാശം തന്നെയാണ് നിലനിൽക്കേണ്ടതെന്ന് ബോർഡ് എടുത്തു പറയുന്നു. 2007 VS സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിലെ നിലപാടാണ് സംസ്ഥാന സർക്കാർ 9-അംഗ ബെഞ്ചിൽ ആവർത്തിച്ചത്. മതാചാരങ്ങൾ കോടതി പരിശോധിക്കരുതെന്ന് സർക്കാർ പറയുന്നില്ല, മറിച്ച് അങ്ങനെ ചെയ്യുന്നത് മതപണ്ഡിതരുടെയും സാമൂഹിക പരിഷ്കർത്താക്കളുടെയും അഭിപ്രായം തേടിയാകണം. ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം നടത്താൻ സർക്കാരിന് അധികാരവുമുണ്ട്. ഒരു വിശ്വാസി സമൂഹത്തിന്റെ ആചാരങ്ങളിൽ ഗുരുതര മനുഷ്യാവകാശ ലംഘനമുണ്ടെങ്കിൽ അതിന് പുറത്തുള്ളവർക്കും ചോദ്യം ചെയ്യാമെന്നാണ് സർക്കാർ പറഞ്ഞത്. എന്നാൽ സാമൂഹിക ക്ഷേമത്തിന്റെയോ പരിഷ്കരണത്തിന്റെയോ വിശാലമായ കാരണങ്ങളാൽ ആചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് ബോർഡ് ഇപ്പോൾ പറയുന്നത്. 2018 സെപ്റ്റംബർ 8-നാണ് യുവതീ പ്രവേശനം അനുവദിച്ചുള്ള വിധി പുറത്തു വന്നത്. പുനഃപരിശോധനാ ഹർജികൾ വന്നപ്പോൾ ബോർഡിനായി അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി വിധിയെ അനുകൂലിച്ചിരുന്നു. നവോത്ഥാന സമിതിയും വനിതാ മതിലുമായി യുവതീ പ്രവേശനത്തിനൊപ്പം നിന്ന സംസ്ഥാന സർക്കാർ നിലപാട് തന്നെയായിരുന്നു ബോർഡിന് വന്നുണ്ടായിരുന്നത്. ആ തീരുമാനമാണ് ഇപ്പോൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു തിരിച്ചടി ഒഴിവാക്കാനും സമുദായ സംഘടനകളെ ഒപ്പം നിർത്താനുമുള്ള സർക്കാർ നീക്കമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. ശബരിമല യുവതീ പ്രവേശന വിലക്ക് ന്യായീകരിക്കാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദങ്ങളിൽ ഉദ്ധരിച്ചിരിക്കുന്നത് രാജ്യാന്തര പ്രബന്ധവും ഗവേഷണ ലേഖനവും ഒക്കെ തന്നെയാണ്. കാനഡയിലുള്ള ഒട്ടോവയിലെ കാർട്ട്ലൻ സർവകലാശാലയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജിയിലെ ഒരു ഗവേഷണ പ്രബന്ധമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. 1987 രാധിക ശേഖർ സമർപ്പിച്ച പ്രബന്ധത്തിലെ ചില ഭാഗങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ വാദങ്ങളിൽ സ്ഥാനം പിടിച്ചത്. 2003 റോയൽ ആന്ത്രോപോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ ലേഖനവും ബോർഡ് ഉദ്ധരിക്കുന്നുണ്ട്. വിദേശികളായ 3 ഗവേഷകരാണ് ശബരിമലയെ സംബന്ധിച്ച് ഈ ഗവേഷണ ലേഖനം തയ്യാറാക്കിയത്. ഇവ രണ്ടിലും യുവതീ പ്രവേശന വിലക്ക് ആചാരത്തിന്റെ ഭാഗമാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. മതവിശ്വാസങ്ങളും മതാചാരങ്ങളും ഒരു മതത്തിന്റെ ഭാഗമാണോ എന്ന് തീരുമാനിക്കാൻ മാത്രമാണ് കോടതിക്ക് അവകാശമെന്നാണ് ഇതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്. മതവിശ്വാസങ്ങളും മതാചാരങ്ങളും അംഗീകരിക്കാൻ മതേതര ജഡ്ജി ബാധ്യസ്ഥനാണെന്നുകൂടി അക്കൂട്ടത്തിൽ കോട്ട് ചെയ്യുന്നു. ആ വിശ്വാസത്തിൽ വിധി പറയാൻ ജഡ്ജിക്ക് അവകാശമില്ലെന്നും സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ പറയുന്നു. അക്കാര്യം അടിവരയിടുന്നതിന് വേണ്ടി ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര എഴുതിയ ഭിന്നവിധിയും സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. മതപരമായ ആചാരങ്ങളുടെ ജുഡീഷ്യൽ പരിശോധന പാടില്ലെന്നാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒരു ആരാധനാ രീതിയുമായി ബന്ധപ്പെട്ട് കോടതി അതിന്റെ ധാർമ്മികതയോ യുക്തിയെയോ കുറിച്ചുള്ള ആശയങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് വിശ്വാസത്തിനും വിശ്വാസങ്ങൾക്കും അനുസൃതമായി മതം ആചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുമെന്നും കോടതികളുടെ പരിധിക്ക് പുറത്തുള്ള മതം, വിശ്വാസം, വിശ്വാസങ്ങൾ എന്നിവയെ യുക്തിസഹമാക്കുന്നതിന് തുല്യമാണെന്നുമുള്ള ഇന്ദു മൽഹോത്രയുടെ നിലപാടാണ് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ എഴുതി നൽകിയിരിക്കുന്ന വാദത്തിൽ മറ്റൊന്നായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.